അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ അതിപ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സമയങ്ങളാണ്. സൂറ അൽ ഫുർഖാനിലെ 70-ാമത്തെ വചനം സൂചിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ പരാമർശമുണ്ട്. ഇല്ലാ മൻ താബ وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഒഴികെ വളരെ പ്രതീക്ഷയോടുകൂടി വിശ്വാസം സമർപ്പിക്കുകയും ചെയ്തവരാരാണോ അവരും. അക്കൂട്ടർ പശ്ചാത്തപിച്ചതിൻ്റെ പേരിൽ അക്കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകൾ, അവർ ചെയ്തു പോയ തിന്മകൾ അവർ നന്മകളായി പകരമായി എഴുതപ്പെടും. ഒരു വലിയ നീണ്ട കാലയളവിൽ നമ്മൾ ഇതിനോടകം ജീവിച്ചു പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് അനർത്ഥങ്ങൾ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മളിൽ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ദുർബലമായ സാഹചര്യത്തിൽ ഒരുപാട് തിന്മകളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും വ്യാപൃതരായി പോയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഒരു കുറ്റബോധമുണ്ടാവുകയും കാര്യബോധമുണ്ടാവുകയും ചെയ്തിട്ട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയതെങ്കിൽ തീർച്ചയായും ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ നിർവഹിച്ച പശ്ചാത്താപ പ്രാർത്ഥനയും പശ്ചാത്താപ നടപടിയും കാരണമായി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തിന്മകൾ പോലും അവർക്ക് നന്മയായി പകരം എഴുതപ്പെടും എന്നാണ്. ഫകാനല്ലാഹു ഗഫൂറർ റഹീമ. അതുവഴി അള്ളാഹു നമ്മളോട് പാപമോചനം നൽകുക മാത്രമല്ല ചെയ്തത്, ഒരു മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൂടിയാണ് ചെയ്യുകയുണ്ടായത്. കാരണം നമ്മളുടെ തിന്മകളെല്ലാം മായ്ക്കപ്പെട്ടു, നന്മകൾ നമുക്കതിന് പകരമായി എഴുതപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധമായ മഹത്തായ റമദാൻ ശരീഫിൽ ഈ ദിനരാത്രങ്ങൾ അള്ളാഹു നമ്മളെ കാതോർക്കുകയാണ്, നമ്മുടെ പശ്ചാത്താപം കേൾക്കാൻ, നാം പാപമോചന പ്രാർത്ഥനകളിൽ വ്യാപൃതമാകുന്നത് അറിയാൻ, നമ്മുടെ മനസ്സിൻ്റെ നിലപാടുകൾ അറിയാൻ. ആ അള്ളാഹുവിനോട് വളരെ പ്രതീക്ഷാപൂർവ്വം നമ്മുടെ പാപമോചന പ്രാർത്ഥനകൾ സമർപ്പിക്കണം, പശ്ചാത്താപങ്ങൾ നടത്തണം. നിഷ്കളങ്കമായ മനസ്സോടെ അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈ ഒരു കാലഘട്ടം നമ്മളിൽ സംഭവിച്ചു പോയ തിന്മകളത്രയും നന്മകളായി അള്ളാഹു എഴുതപ്പെടുകയും ചെയ്യും. കാരുണ്യവാനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അകളങ്കിതമായ മനസ്സോടെ നന്നായി ഏറ്റവും നല്ല രീതിയിൽ കരഞ്ഞിയ കണ്ണുകളോടെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാൻ നാം ഇവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.